പിന്നെ സാറ്റർഡേ സൺഡേ മൺഡേ വരെ ഹോളിഡേ ആണ്. അപ്പോൾ ഞാൻ ഇനി എന്ത് ചെയ്യും? ഇനിയും പാസ്പോർട്ട് റിലീസാകാതെ ഇനിയും ലേറ്റ് ആവുമല്ലോ എന്ന് ഓർത്തു. പിന്നെ ഞാൻ ഏജൻറ്റിനെ വിളിച്ചു പറഞ്ഞു, ഞാൻ എന്നാൽ വീട്ടിൽ പോകും, എന്തായാലും ഇനിയും ലേറ്റ് ആവില്ല, മൺഡേ ഒക്കെ താമസമല്ലേ, ഇത് റിലീസായി കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് വരാം, ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് ഒരു ചെറിയ പിണക്കമൊക്കെ ആയി. ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ സംസാരിക്കും, എല്ലാ കാര്യങ്ങളും എനിക്ക് പറയാൻ, എനിക്ക് എൻ്റെ അമ്മ ഈശോ അല്ലാതെ ആരുമില്ല എൻ്റെ സങ്കടം പറയാൻ. അങ്ങനെ ഓരോ കാര്യങ്ങളും പറയുന്നതിൻ്റെ കൊടുത്ത് ഞാൻ പറഞ്ഞു, ഇനി ഞാൻ മാതാവിനോട് പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങളും ചെയ്തത്. ഇനി ഇതിനകത്ത് എന്തെങ്കിലും മാറ്റമുണ്ട് അത് മാതാവ് നോക്കിക്കോണം. ഞാൻ ഇനി കൊന്തയെല്ലാനൊക്കെ എനിക്കങ്ങ് എന്തോ പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ അമ്മ എന്നെ രക്ഷിക്കണേ എന്ന് പറയുന്നുണ്ട്, എൻ്റെ ഈശോയെ കാത്തോണേ കരുണയായിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷേ ജപമാലയൊന്നും ചെല്ലാനായിട്ട് എനിക്ക് പറ്റുന്നില്ലായിരുന്നു. കൊന്ത എടുത്ത് പിടിക്കും, അതിങ്ങനെ കൈപ്പിടിച്ചുകൊണ്ട് നടക്കും, വേറെ ചിന്തകളാണ്. അങ്ങനെ എന്നാലും ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയല്ല, ഇങ്ങനെ രക്ഷിക്കണേന്ന് പറയുന്നു, കൊന്തയെല്ലാൻ എനിക്ക് പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അച്ഛൻ്റെ ഒരു ടോക്ക് കേൾക്കും. ഈ ഉടമ്പടിയിലിരിക്കുമ്പോൾ നമുക്ക് ഒത്തിരി പ്രതിസന്ധികളുണ്ടാകും, നമ്മൾ വിശ്വാസം തകരാതെ പ്രാർത്ഥിക്കണം. അങ്ങനെ ഈ അച്ഛൻ്റെ ടോക്ക് ഓരോ ടോക്ക് കേൾക്കുമ്പോഴും നമ്മളോട് സംസാരിക്കുന്ന പോലെ തോന്നാറുണ്ട് എനിക്ക്. എൻ്റെ അനുഭവത്തിൽ ഒരു വിഷമത്തിലിരിക്കുമ്പോൾ അതെനിക്ക് വേണ്ടി പറഞ്ഞതെന്ന് തോന്നാറുണ്ട് എനിക്ക്. അങ്ങനെ മാതാവിനോട് വീണ്ടും ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ മാതാവ് എന്നെ കൈവിടല്ലേ, ഞാൻ നിന്നോടല്ലാതെ ആരോടാ പിണങ്ങുകയൊക്കെ ചെയ്യുന്നത്, നമ്മളെപ്പോഴും സംസാരിക്കുന്നതല്ലേ, നീ എനിക്ക് വീണ്ടും എൻ്റെ വിസ എനിക്ക് റിലീസാക്കി തരണമെന്ന് പ്രാർത്ഥിച്ചു. അന്ന് വൈകിട്ടായപ്പോഴത്തേനും ഞാൻ ഫോണിലൊന്നും നോക്കുന്നില്ലായിരുന്നു. കാരണം എന്തിനാണ് നോക്കുന്നത്, മൺഡേ അവധിയാണ്, ഇനി എന്തായാലും ട്യൂസ്ഡേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ, വിസ വന്നാലും വരുള്ളൂ. അങ്ങനെ വൈകിട്ട് ഞാൻ ചുമ്മാ നോക്കിയപ്പോൾ എൻ്റെ പാസ്പോർട്ടിൽ വിസ അടിച്ച് എനിക്ക് ഫോട്ടോ ഇട്ട് തന്നു. അതിന് മുമ്പ് മാതാവിനോട് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം മാതാവ് ഇങ്ങനെ തുറന്നു പിടിച്ചിട്ടുണ്ട്, എൻ്റെ പാസ്പോർട്ടിനകത്ത് വിസ അടിച്ച് എന്നെ കാണിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഈ ഇങ്ങനെ വേദന, ഈ കടബാധ്യതകളുടെ മുകളിൽ വീണ്ടും കടവാകുമോ എന്നുള്ളൊരു ടെൻഷനുള്ളിൽ കിടക്കുന്നതുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ ഭയങ്കര ആദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പം ഞാൻ വീണ്ടും മാതാവിനോട് നന്ദി പറഞ്ഞു. ഞാൻ പറഞ്ഞു, മാതാവ് എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇച്ചിരി പിണങ്ങി, എന്നാലും എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ചേച്ചിമാരും മമ്മിയും പപ്പായും ഒക്കെ എല്ലാം ഇരുന്ന് എനിക്ക് പോകുന്ന സമയത്തെല്ലാം കൊന്തയെല്ലി തിരി കത്തിച്ചൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എനിക്ക് എൻ്റെ എല്ലാം പാസ്സായി. ഈ 7-ാം തീയതി ഇസ്രയേലിന് പോകാൻ ടിക്കറ്റും കിട്ടി. എൻ്റെ കടബാധ്യത വീട്ടാൻ മാർഗത്തിനായി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം മാതാവായിട്ട് എനിക്ക് ഒരുക്കി തന്ന, ഒരിക്കലും ചിന്തിക്കാത്ത, ഇങ്ങനെ വെളിയിലോട്ട് പോകുന്നതിനെ പറ്റി ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരു കാര്യമാണ് എൻ്റെ മാതാവ് ചെയ്തു തന്ന. ഇത് എൻ്റെ ഒരു കടബാധ്യത മാറുന്നതിനും വീട് വെക്കുന്നതിനും ഒക്കെ അനുഗ്രഹമാകുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. മാതാവിനെ ഈശോയ്ക്ക് നന്ദി പറയുന്നു. പൊതിച്ചോറൊക്കെ ഇങ്ങനെ ആശുപത്രികളിലൊക്കെ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. ആര് സഹായത്തിനായിട്ട് വന്നാലും പൊതിച്ചോറ് കൊടുക്കാനായിട്ട് ഇങ്ങനെ പിരിവിനൊക്കെ വരാറുണ്ട്. അപ്പോഴെല്ലാം ഞാൻ പൈസ കൊടുക്കുമായിരുന്നു.